അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ സ്നേഹപൂർവമായ ആശംസകൾ സ്ത്രീകൾക്കെല്ലാവർക്കും, എൻ്റെ കൂട്ടുകാരായ എല്ലാവർക്കും ഞാനിത് നേരുകയാണ്. വനിതാ ദിന ആശംസകൾ ഹൃദ്യമായി ആശംസിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ ഒരു ധീര വനിതയാണ് പരിശുദ്ധ അമ്മ. ഇന്ന് വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ അവസാനം കാൽവരിയിൽ പുത്രൻ്റെ അരികെ ആകെ ഉണ്ടായിരുന്നത് ഈ അമ്മയാണ്. അതാണ് സ്ത്രീയുടെ ആത്മവിശ്വാസം. തൻ്റെ മകനെ ദൈവനിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ ആ കുരിശിനരികെ വരെ മരണം വരെ മകനെ അനുഗമിച്ചൊരമ്മ. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലെ സ്ത്രീകളെ നമുക്ക് ഓർക്കാം. സ്ത്രീ ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പരിത്യക്താവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളെ തന്നെ ശാക്തീകരിക്കും. നിങ്ങളെ ശാക്തീകരിക്കാൻ മറ്റാരും വരേണ്ടതില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ ശാക്തീകരിക്കണം. അപ്പോഴാണ് സമൂഹത്തിലുള്ളവർക്ക് നിങ്ങളെ ശാക്തീകരിക്കാനും നിങ്ങളെ മാനിക്കാനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നേടിത്തരാനും മറ്റുള്ളവർ തയ്യാറാവുകയുള്ളൂ. നമുക്ക് തന്നെ നമ്മുടെ വില അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഒരു സ്ത്രീയുടെ വില ഇടിച്ചു കളയുന്നത് മറ്റുള്ളവരും അവനവനും തന്നെയാണ്. നാം തന്നെ നമുക്ക് വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് ഈ വനിതാ ദിനത്തിൽ നമ്മുടെ അവകാശങ്ങൾ എന്താണ്, നമുക്ക് തന്നെ ലഭിക്കേണ്ട നീതി എന്താണ്, നമുക്ക് തന്നെ ലഭിക്കേണ്ട അവകാശങ്ങൾ, നീതി, എന്ത് പ്രവൃത്തിയാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നുകൂടി നമുക്കൊന്ന് ആലോചിക്കാം. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നമുക്ക് തന്നെ നീതി ലഭ്യമാകാനും ഞാൻ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടതെന്ന് ഓരോ സ്ത്രീയും ഇന്ന് ധ്യാനിക്കണം. ആ പ്രവർത്തനങ്ങൾ നമ്മൾ നിരന്തരം അനുവർത്തിക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും, നമ്മുടെ നീതിയും നമുക്ക് വന്നു ചേരും. അതിന് സർവ്വവിധ ആശംസകളും നിങ്ങൾക്കേവർക്കും നേർന്ന് ശാന്തിതീരം സമൂഹാംഗങ്ങളുടെ എല്ലാവരുടെയും വനിതാദിനാശംസകൾ നേർന്ന് നിർത്തുന്നു. നന്ദി.